Hi everyone, welcome back to my channel. I hope you practice well. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് when, where, which ഇതിന്റെ ഉപയോഗം പഠിക്കാം. when എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ എന്നിട്ട് പഠിക്കാൻ പോകുന്നത് കൺജങ്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയാം. എന്താണ് ഈ കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെന്റൻസുകളെ നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. when, which, where ഇതൊക്കെ എങ്ങനെയാണ് കൺജങ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാം നോക്കാം. See the example. ഞാൻ കുക്ക് ചെയ്യായിരുന്നു. ഫോൺ ബെല്ലടിച്ചപ്പോൾ ഞാൻ കുക്ക് ചെയ്യായിരുന്നു. ഞാൻ കുക്ക് ചെയ്യുകയായിരുന്നു. I was cooking when the bell rang. ബെല്ലടിച്ചപ്പോൾ അല്ലെ? അപ്പൊ ഈ കൺജങ്ഷൻ ആയിട്ട് നമ്മൾ when വെക്കുമ്പോൾ അപ്പോൾ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാ? I was cooking when the phone rang. ഫോൺ ബെല്ലടിച്ചപ്പോൾ ഞാൻ കുക്ക് ചെയ്യുകയായിരുന്നു എന്നാ പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഒരു കണ്ടീഷനായിട്ട് നമുക്ക് വെക്കാം when കൺജങ്ഷൻ. നീ അവിടെ എത്തുമ്പോൾ എന്നെ വിളിക്കണേ. Please call me when you arrive. Please call me when you arrive എന്ന് പറയാം. ഇനി അവൾക്കൊരു ജോബ് കിട്ടിയപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു. She was happy when he got a job. She was happy when she got a job. അവൾക്കൊരു ജോബ് കിട്ടിയപ്പോൾ അവൾ വളരെ ഹാപ്പി ആയിരുന്നു. അപ്പൊ കിട്ടിയപ്പോൾ അപ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ when എന്ന് പറയുന്ന കൺജങ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കൺജങ്ഷൻ ആണ് which. which എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏത് എന്നുള്ള അർത്ഥമാണ് അല്ലേ? which. എന്നാൽ കൺജങ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഏതാണോ അത്, അത് ഏതിനെ കുറിച്ചാണോ പറയുന്നത് അത്. അതായത് നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത് അതിനെ കൂടി ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ which എന്ന് പറയുന്ന കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. ആസ് ചെയ്ത എക്സാമ്പിൾ, അവൾ എനിക്കൊരു പേന തന്നു, അത് നഷ്ടപ്പെട്ടു. She gave me a pen which I lost. She gave me a pen. അവൾ എനിക്കൊരു പേന തന്നു which I lost. അല്ലെ, ഏതാണോ അത് നഷ്ടപ്പെട്ടു. അപ്പൊ ആ പേനയെ കുറിച്ച് എന്താ പറയുന്നത്? അത് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ആ പേനയെ കുറിച്ച് ഒന്നുകൂടി ഇൻഫർമേഷൻ തരാണ്. അപ്പൊ അതിനൊക്കെ നമുക്ക് കൺജങ്ഷൻ ആയിട്ട് which യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, അവൾ എനിക്കൊരു സാരി തന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. She gave me a sari which I liked. She gave me a sari which I liked. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ നമുക്ക് എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഒന്നും കൂടി നമുക്ക് എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ കിട്ടാനാണ് which കൺജങ്ഷൻ ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഞാൻ ആ ബുക്ക് വായിച്ചു, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. I read the book which was really interesting. I read the book which was really interesting. ഞാൻ ആ ബുക്ക് വായിച്ചു, ഏതാണോ അത്, ആ ബുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നെക്സ്റ്റ് കൺജങ്ഷൻ ആണ് where. where എന്ന് പറഞ്ഞാൽ എവിടെ അല്ലെ? അപ്പൊ ഇത് കൺജങ്ഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? കൺജങ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ, എവിടെയാണോ അവിടെ, ആ പ്ലേസ്, ആ സ്ഥലം എന്നൊക്കെയുള്ള ഒരു മീനിങ് ആട്ടോ. നോക്കൂ, ഇതാണ് ആ വീട്, ഞാൻ ജനിച്ചു വളർന്ന ആ വീട് ഇതാണ്. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നൊക്കെ പറയില്ലേ? അപ്പൊ വേർഡ് എങ്ങനെ വയ്ക്കാം? This is the place where I was born. This is the place where I was born. കണ്ടോ, അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇതാണ് ആ പാർക്ക്, ആ പാർക്ക് ഞാൻ ഓർക്കുന്നു, അവിടെയാണ് ഞങ്ങൾ പതിവായിട്ട് കളിച്ചിരുന്നത്. I remember the park where we used to play. I remember the park where we used to play എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ആ പാർക്കിനെ കുറിച്ച് ഓർമ്മിക്കുകയാണ്, അവിടെയാണ് ഞങ്ങൾ പതിവായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇതാണ് ആ സ്ട്രീറ്റ്, അവിടെയാണ് ആക്സിഡന്റ് സംഭവിച്ചത്. അപ്പോൾ നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് പറയുമ്പോൾ ഒന്നുകൂടി നെക്സ്റ്റ് അതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് തരാനാണ് ഈ കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ പറയും? ദിസ് ഇസ് ദ സ്ട്രീറ്റ് വേർ ദ ആക്സിഡന്റ് ഹാപ്പൻഡ്. ഇവിടെയാണ് ആക്സിഡന്റ് സംഭവിച്ചത്, ആ സ്ട്രീറ്റ് ഇതാണ്, അവിടെയാണ് ആക്സിഡന്റ് സംഭവിച്ചത്. അപ്പൊ മനസ്സിലായില്ലേ? ഇത് മാത്രമല്ല ദാറ്റ്, വാട്ട്, ഇതൊക്കെ ഉപയോഗിച്ചും കൺജങ്ഷൻ നമുക്ക് ഉണ്ടാക്കാം. ഐ തിങ്ക് യു പ്രാക്ടീസ് വെൽ and communicate well. Then don't forget to subscribe, like and share my channel. Thanks for watching.